ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു സൂപ്പർ ചിക്കൻ കറി വെച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഇത് 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം നമുക്ക് ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് സാധനമൊക്കെ എടുത്തൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക്, പിന്നെ ഒരു 1-2 മുളക്, നമ്മുടെ കൊല്ലമുളക്, പിന്നെ നമുക്ക് ഒരു സ്പൂണോളം പെരിഞ്ജീരകം, പിന്നെ 1 സ്പൂണോളം നല്ല ജീരകം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി അരച്ചൊരു പേസ്റ്റാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 4 സവാള അരിഞ്ഞാണ്, അതും കൂടി നമുക്കിതിലിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം സൈസ് സവാള മതി കേട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വരണുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകും പച്ചമുളകൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയുടെ ആ പച്ചച്ചുവൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിരുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്തിരി ഉപ്പും കൂടി ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പ് പോരാണ്ട് വരും ചിലപ്പോൾ. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ പുരട്ടി വെച്ചിരുന്ന കോഴി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടി കുറേശ്ശെ ഇട്ട് ഒന്ന് പുരട്ടി വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വഴറ്റിയതെല്ലാം കൂടി നന്നായിട്ട് ഇത് മേലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിനൊരു വാഴയില വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കണുണ്ട്. ഇതിപ്പോൾ കുറച്ച് സമയം നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ കുറേശ്ശെ വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇനി വെള്ളം പോരെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും കൂടി മൂടി വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനെ തുറന്ന് നോക്കാം. ഇതിപ്പോൾ പാകത്തിനൊക്കെ ആയിട്ടുണ്ട്. കോഴിക്ക് അധികം വേവൊന്നും ഇല്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് വേകും. ഇനി ഇതിലേക്ക് നമുക്ക് ആ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടി നമുക്ക് നന്നായിട്ട് ഇതിനോട് കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു സെക്കൻഡ് 2 സെക്കൻഡ് കൂടി നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇട്ട മസാലപ്പൊടി ഇതിനോടുകൂടി ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് പാകത്തിനൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിറകടുപ്പായതുകൊണ്ട് ഞാൻ അധികം തീയൊന്നും ഇനി കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ചൂടിൽ തന്നെ ഇത് ശരിയായിക്കോളും. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളയ്ക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.